ഹായ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. ജനുവരി 25 മുതൽ +1+2 ബോർഡ് എക്സാം ബേസ് ചെയ്തിട്ടുള്ള സ്പാർക്ക് ബോധിയുടെ ഓൺലൈൻ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നു. വെറും 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ്സുകൾ വഴി +1+2 എല്ലാ പ്രധാനപ്പെട്ട ടോപ്പിക്സും കവർ ചെയ്യുക എന്നതാണ് ലക്ഷ്യം. കൂടാതെ +1+2 പരീക്ഷ വരെ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഫ്രീ ആയി ഞങ്ങളുടെ ഓൺലൈൻ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ +1+2 ബോർഡ് എക്സാമിന് ഫുൾ മാർക്കല്ലേ നിങ്ങളുടെ ലക്ഷ്യം? അങ്ങനെയാണെങ്കിൽ സ്പാർക്ക് ബോധിയുടെ ഓൺലൈൻ മാരത്തോൺ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുക. നമസ്കാരം, എല്ലാവർക്കും സ്പാർക്ക് ബോധിയുടെ ഈ ഒരു ലൈവ് സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അരൂപ് എന്നാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, നമ്മുടെ +1 പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ വേറെ ഇൻട്രോ എന്ന് പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ചാപ്റ്ററിലേക്ക് ഓക്കെ, ശരി, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഓക്കെ, ആദ്യം കുറെ ഫണ്ടമെന്റൽ കാര്യങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം കുറെ അധികം ഫണ്ടമെന്റൽ കാര്യങ്ങളാണ്. ശരി, പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഒരു കുറെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നുള്ള കാര്യമാണ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ കോമ്പിനേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. ശരി, പെർമ്യൂട്ടേഷൻസ് അറേഞ്ച്മെന്റ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ, പർട്ടിക്കുലർ ഓർഡറിൽ നമ്മൾ ഈ പറയുന്ന ഒബ്ജക്റ്റുകളെ അറേഞ്ച് ചെയ്യുന്ന അറേഞ്ച്മെന്റിനെ പറയുന്നതാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അറേഞ്ച്മെന്റ് ഓഫ് ഡെഫിനിറ്റ് ഓർഡർ. ശരി, ആദ്യം കുറെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്നത്. ശരി, അപ്പോൾ ബേസിക്കലി അറിഞ്ഞിരിക്കുക, പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പർട്ടിക്കുലർ അറേഞ്ച്മെന്റ്, അല്ലെ? ഒരു പർട്ടിക്കുലർ ഓർഡറിൽ ഒബ്ജക്റ്റുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ പറയുന്നതാണ് പെർമ്യൂട്ടേഷൻ. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പെർമ്യൂട്ടേഷൻ ഓഫ് n ഡിഫറെന്റ് ഒബ്ജക്റ്റ്, the number of permutations of n objects taken all at a time denoted by symbol, നമ്മൾ np എന്നൊക്കെയാ പറയും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് np എന്നൊക്കെ പറയും. ശരി, നിങ്ങൾ അവിടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് NPR എന്നൊക്കെ പറയും. നമ്മൾ ഡെഫിൻ ചെയ്യുന്ന നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് n ഒബ്ജക്ട്സ് ടേക്കൺ r അറ്റ് എ ടൈം. n ഒബ്ജക്റ്റുള്ളതിൽ നമ്മൾ 6 എണ്ണം അല്ലെ 6 എണ്ണം ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ പെർമ്യൂട്ടേഷൻ നമ്മൾ പറയുന്നത് NPR എന്നാണ് പറയുന്നത്. NPR എന്ന് പറയും. NPR അതിലുള്ളൂ. ഈ പറയുന്ന n ഒബ്ജക്റ്റ് ഉള്ളതിൽ 6 നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഒബ്ജക്ട്സ് ടേക്കൺ r അറ്റ് എ ടൈം അല്ലെ. n ഒബ്ജക്റ്റ് ഉള്ളതിൽ നമ്മൾ എത്ര എടുക്കും? 6 എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അവിടെ NPR എന്ന് പറയും. NPR
Clear? The number of permutations n of n things taken all at a time when repetition of object is allowed is n raised to n. The number of permutations n object are taken r at a time when repetition of object is allowed. N raised to r. Okay. Permutation when objects are not distinct. The number of permutations of n objects of which p1 are of one kind and p2 are of second kind, pk. Pk kth kind, the rest. നമുക്ക് പറയാം n factor by p1 factorial into p2 factorial etc. into pk factor. Okay. ശരി, ഇതിനകത്ത് നമ്മൾ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ on many occasions we are not interested in arranging it but only in selecting r objects from given n objects. Okay. ഉള്ളതിൽ നമ്മൾ r എടുക്കാൻ വേണ്ടി തയ്യാറാണെങ്കിൽ a combination is a selection of some or all of the number of different objects where the order of selection is immaterial. Okay. The number of selection of r objects from n given. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ r objects from n given objects is denoted by നമ്മൾ ncr. ഇതിലുള്ള number of selections ആണ് combination. The number of selections of r objects from given n objects. R objects in the number of selections of r objects from given n objects is denoted by നമ്മൾ എങ്ങനെയാണ് NCR. NCR n factorial divided by r factorial into n minus r factorial. ഇതിലുള്ള NCR എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയും? n factorial divided by r factorial into n minus r factorial. ഓർമ്മിച്ചോണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് റിലേഷൻ. നമ്മൾ ഈ ചാപ്റ്ററിലൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റിലേഷൻ. NCR എന്ന് പറയുന്നത് എങ്ങനെ പറയും? n factorial divided by r factorial. n factorial divided by r factorial into n minus r factorial. n minus r factorial. അപ്പോൾ NCR എന്ന് പറഞ്ഞാൽ n factorial divided by r factorial into n minus r factorial. Clear? Okay. Use permutations if a problem calls for the number of arrangements of objects and different orders are to be counted. Then second one, we use combinations if a problem calls for the number of ways of selecting objects and order of selection is not to be counted. ശരിയുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻസ് ആണ്. Let n and r be positive integers. ശരി, നമ്മൾ ഈ പറഞ്ഞ NCR NPR എന്നുള്ള കേസിലുള്ള n മാറുന്നതാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഇന്റീജേഴ്സ്. NCR എന്ന് പറയും. NC n minus r. NCR plus NCR n plus CR. ഇത്രയും സിസ്റ്റം ആണ്. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ കുറെ കൂടെ ഒരു ഐഡിയ കിട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴായിരിക്കും. ശരി, നമുക്ക് പ്രോബ്ലം ചെയ്ത് വരാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, in a class there are 27 boys and 14 girls. In a class there are 27 boys and 14 girls. The teacher wants to select one boy and one girl to represent the class for a function. In how many ways can the teacher make this selection? ഒരു ക്ലാസ്സിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ 27 ബോയ്സ് ഉണ്ട് അല്ലെ, 27 ബോയ്സ് ഉണ്ട്, 14 ഗേൾസ് ഉണ്ട് അല്ലെ, 27 ബോയ്സും 14 ഗേൾസും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി അവിടെ ടീച്ചർ വാണ്ട്സ് ടു സെലക്ട് വൺ ബോയ് ആൻഡ് വൺ ഗേൾ അല്ലെ, ഒരു ഫംഗ്ഷന് വേണ്ടി ഒരു ബോയെ ഒരു ഗേളിനെ സെലക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എത്ര വേസിൽ നമുക്ക് സെലക്ട് ചെയ്യാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര വേസിൽ സെലക്ട് ചെയ്യാം? ഓക്കെ, നമുക്ക് പറയാം സെലക്ടിങ് എ ബോയ് ഫ്രം എന്താണ് 27 ബോയ്സിൽ നിന്ന് ഒരു ബോയെ സെലക്ട് ചെയ്യാം അല്ലെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ പറയുന്ന 14 ഗേളിൽ നിന്ന് അല്ലെ, 14 ഗേളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗേൾ. നമുക്ക് ആവശ്യം എന്താണ്? ഒരു ബോയും ഒരു ഗേളും അല്ലെ, ഒരു ബോയും ഒരു ഗേളുമാണ്. അപ്പൊ 27 ബോയിൽ നിന്ന് ഒരു ബോയെ സെലക്ട് ചെയ്യാം അല്ലെ, 27 ബോയ്സ് അല്ലെ, 27 ബോയ്സിൽ നിന്ന് ഒരു ബോയെ
അതുപോലെ എന്താണ് 14 ഗേൾസിൽ നിന്നല്ലേ 14 ഗേൾസിൽ ഒരു ഗേൾ ആണ് നമുക്ക് ആവശ്യം. ശരി, അങ്ങനെയാണെങ്കിൽ എത്ര വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാമെന്നാണ് വിളിക്കുന്നത്. ശരി, സിമ്പിൾ ആയിട്ട് പറഞ്ഞു വരാം. 27 ബോയ്സ് ഉണ്ട്, എത്ര 14 ഗേൾസ് ഉണ്ടല്ലേ. അപ്പൊ 27 into 4 നമ്മൾ ചെയ്തു വരും 378 എന്ന് പറയുന്നത്. 378 378 വയസ്സിൽ നമുക്ക് ഇവരെ സെലക്ട് ചെയ്യാനായിട്ട് സെലക്ഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സെലക്ഷൻ ആണ്. ഓർമ്മിച്ചോണ്ട് 27 ബോയ്സ് ഉണ്ട്, 14 ഗേൾസ് ഉണ്ട്. 27 into 14 ചെയ്ത് വരുമ്പോൾ നമുക്ക് പറയും 378 വയസ്സിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ, പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. In a class there are 27 boys and 14 girls. The teacher wants to select one boy and one girl to represent the class for a function. In how many ways can the teacher make this selection? ഈ സെലക്ഷൻ എത്ര വേസിൽ നമുക്ക് സെലക്ട് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര വേസിൽ സെലക്ട് ചെയ്യാം. ശരി, അപ്പൊ ഇവിടെ ആകപ്പാട് 27 ബോയ്സ് ഉണ്ട്, അതിൽ നിന്ന് ഒരു ബോയ് നമുക്ക് ആവശ്യം. ഇനി അതേപോലെ 14 ഗേൾസ് ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് ഒരു ഗേൾ ആവശ്യം. ശരി, എത്ര വേസിൽ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് നമ്മൾ പറയും 27 into എന്ത് ചെയ്താൽ മതി 14 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും 378 വേസിൽ നമുക്ക് സെലക്ട് ചെയ്യാം. 378. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ, how many numbers are there between 99 and 1000 having 7 in the unit place? Second question പറയുന്നതാണ്, how many numbers are there between 99 and 1000 having at least one of their digits 7? At least one of their digit എന്നാണ്. Alright, how many numbers are there between 99 and 1000 having 7 in the unit place? Unit place 7 വരത്തക്ക രീതിയിൽ എത്ര എണ്ണം കാണുന്നതാണ് ചോദിച്ചുള്ളൂ. പ്ലേസ് എത്ര കാണുമായിരിക്കും? ശരി, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് how many numbers are there between 99,000 having 7 in the unit. ആ യൂണിറ്റ് പ്ലേസിൽ എന്ത് വരണം? 7 വരണമെന്നാണ് പറയുന്നത്. 7 വരണം. ശരി, എങ്ങനെ പറയാം? അതായത് ബിറ്റ്വീൻ 99 and 1000 എന്ന് പറയുമ്പോൾ ഏത് മുതൽ ഏത് വരെ കാണുമായിരിക്കും? 100 മുതൽ ഏതുവരെ കാണും? 999 വരും അല്ലെ? കാരണം എന്താണ്? ബിറ്റ്വീൻ ആണ്. അപ്പോൾ 99 1000 ഇടയിലാണ് അല്ലെ? 99 1000 ഇടയിലാണ്. അപ്പൊ ഏത് മുതൽ ഏതുവരെ കാണും? 100 മുതൽ 999 വരെ അല്ലെ? 99 വരെയുള്ള നമ്പേഴ്സ്. ഓക്കെ, ശരി, എങ്ങനെ പറയാം? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് പറയാം ടോട്ടൽ 10 into 9 എത്ര എണ്ണം കാണും? 90 എണ്ണം. ടോട്ടൽ എത്ര? 90 എണ്ണം കാണും. ശരി, സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് how many numbers are there between 99 and 1000? വീണ്ടും തന്നെ ആ ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയാണ്? 99 and 1000 having at least one of their digits 7. ശരി, എങ്ങനെയൊക്കെ പറയാം? ഇതിൽ ഏതെങ്കിലും ഒരു ഡിജിറ്റ് എന്തായിരിക്കണം? 7 ആയിരിക്കണം. ഏതെങ്കിലും ഒരു ഡിജിറ്റ് 7 ആയിരിക്കണം. ശരി, അപ്പൊ നമ്മളിവിടെ ചെയ്തു വരുമ്പോ 9 into 10 into 10 മൈനസ് എന്ത് ചെയ്താൽ മതി? 8 into 9 into 9 8 into 9 into 9 അല്ലെ? 9 into 10 into 10 അതായത് 900 മൈനസ് 648 900 മൈനസ് 648 ചെയ്യും. എത്ര കിട്ടുമായിരിക്കും? 252 എന്ന് പറയുന്നത്. 252 എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. how many numbers are there between? എത്ര നമ്പേഴ്സ് ഉണ്ട്? 252 നമ്പേഴ്സ് അങ്ങനെ ഉണ്ട് അല്ലെ? പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് കണ്ടീഷൻസ് ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ്? how many numbers are there between 99 and 1000 having at least one of their digits 7? ഏതെങ്കിലും ഒരു ഡിജിറ്റ് എങ്കിലും എന്താണ് 7 വരത്തക്ക രീതിയിൽ, ഏതെങ്കിലും ഒരു ഡിജിറ്റ് 7 വരത്തക്ക രീതിയിൽ നമുക്ക് അത് എത്ര ബേസിൽ പറയുന്ന ടോട്ടൽ എത്ര? 9 into 10 into 10. അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തോളാം. ബാക്കിയുള്ള കേസായ 8 into 9 into 9 സബ്ട്രാക്ട് ചെയ്യും. അത് കുറച്ച്
അറ്റ്ലീസ്റ്റ് 1 അല്ലേ പറയുക. അപ്പോൾ 89, അതായത് നമുക്ക് പറയാം 900 മൈനസ് 648 എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര 252 എണ്ണക്കാണ്. 252 എണ്ണം. 252. ഓക്കെ, അടുത്ത കേസ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. In how many ways can this diagram എന്ന് പറയുന്നത് രണ്ട് കണ്ടീഷൻ പറയുന്നു അല്ലെ. ശരി, ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈച്ച് ഓഫ് ദ സ്മോളർ ട്രയാങ്കിൾ ഈസ് ടു ബി പെയിന്റഡ് വിത്ത് വൺ ഓഫ് ദ ത്രീ കളേഴ്സ് റെഡ്, ബ്ലൂ ഓർ ഗ്രീൻ എന്നാ പറയുന്നത് അല്ലെ. ഒന്നുകൂടെ ഈ പറഞ്ഞിരിക്കുന്ന ഫിഗറിൽ ഈച്ച് ഓഫ് ദ സ്മോളർ ട്രയാങ്കിൾ ഈസ് ടു ബി പെയിന്റഡ്, ഈച്ച് ഓഫ് ദ സ്മോളർ ട്രയാങ്കിൾ ഈസ് ടു ബി പെയിന്റഡ് വിത്ത് വൺ ഓഫ് ത്രീ കളേഴ്സ്. ഈ പറഞ്ഞിരിക്കുന്ന 3 കളേഴ്സ് ഉണ്ട്. ഇതാണ് റെഡ്, ബ്ലൂ ഓർ ഗ്രീൻ ആണ്. ഈ സെക്കൻഡ് കണ്ടീഷൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? Not two adjacent regions have the same color. Two adjacent regions have the same color. എങ്ങനെ പറയാം? ഓക്കെ, നമ്മൾ പറഞ്ഞു വരുമ്പോ നമുക്ക് ഇവിടെ എങ്ങനെയൊക്കെ പറയാം? 3 ഇൻറ്റു അല്ലെ, നമ്മുടെ മൊത്തം 1 2 3 അല്ലെ, അതായത് 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ചെയ്ത് വരുമ്പോൾ 3 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ചെയ്ത് വരുമ്പോൾ ടോട്ടൽ 24 വേസിൽ നമുക്ക് ചെയ്യാൻ കഴിയും. 24 ടോട്ടൽ 24 വേസ് അല്ലെ. ടോട്ടൽ 1 അല്ലെ 1 1 1 2 3 4 നമ്മൾ 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടും 24 വേസ്. 24 വേസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In how many ways can 5 children be arranged in a line? In how many ways 5 children can be arranged in a condition such that 2 particular children of them are always together, 2 particular children of them are never together. Okay, and the condition in how many ways 5 children can be arranged in a linear line arrange. How many ways can 5 children be arranged in a 2 particular children of them are always together. Second condition പറയുന്നതാണ് 2 particular children of them never together. ഇവിടെ നമ്മൾ പറഞ്ഞു വരുമ്പോ ഇതിനകത്ത് ആദ്യത്തെ വേറെ ഒന്നും നമ്മൾ പറയില്ല, കണ്ടീഷൻ ഒന്നും പറയില്ല. In how many ways 5 children can be arranged in a linear arrangement അല്ലെ. ഒരു ലൈനിലോ ഒരു ക്യൂവിലോ അല്ലെങ്കിൽ ലീനിയർ ആയിട്ട് നമുക്ക് 5 പേരെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്ന് മാത്രമാണ് ചോദ്യമെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. അതായിരിക്കും 5 ഫാക്ടോറിയൽ വേസിലായിരിക്കും നമുക്ക് അറേഞ്ച് ചെയ്യാം. അങ്ങനെയാണ്. വേറെ കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ വേറെ കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു ലീനിയർ അറേഞ്ച്മെന്റിൽ അല്ലെങ്കിൽ ഒരു ലൈനിൽ 5 പേരെ നമുക്ക് എത്ര വേസിൽ അറേഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് എത്ര എന്ന് പറയാം? 5 ഫാക്ടോറിയൽ എന്ന് പറയാം. 5 ഫാക്ടോറിയൽ ഇവിടെ വേറെ കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. 5 പേരുണ്ട്. ഇവരെ നമുക്ക് ഒരു ലീനിയർ അറേഞ്ച്മെന്റിൽ അല്ലെങ്കിൽ ഒരു ലൈനിൽ നമുക്ക് എത്ര വേസിൽ അറേഞ്ച് ചെയ്യാന്ന് ചോദിച്ചാൽ എത്രയാണ്? 5 ഫാക്ടോറിയൽ വേസ്. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ഫാക്ടോറിയൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 20 60 എത്രയെന്ന് കിട്ടും? 120 വേസിൽ നമുക്ക് അറിയാം. 120 വേസ്. ശരി, ഇനി ഈ 5 പേരെ തന്നെ ഒരു സർക്കുലർ അറേഞ്ച്മെന്റിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സർക്കുലർ ടേബിൾ വട്ടമേശ തമ്മിൽ എന്താണ് ഒരു സർക്കുലർ രീതിയിൽ നമുക്ക് എത്ര വേസിൽ അറേഞ്ച് ചെയ്യാമെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അത് 4 ഫാക്ടോറിയൽ ആയിരിക്കും. ഒന്നുകൂടെ, ഒരു സർക്കുലർ അറേഞ്ച്മെന്റ് ആണെങ്കിൽ 5 പേരുണ്ടെങ്കിൽ അത് അവരെ എത്ര രീതിയിൽ നമുക്ക് സർക്കുലർ രീതിയിൽ അറേഞ്ച് ചെയ്യാന്ന് ചോദിച്ചാൽ എന്താണ്? അതിൽ നിന്ന് കുറച്ച് പറയാം അല്ലെ. 5 നിന്ന് കുറച്ച് എത്രയാ? 4 ഫാക്ടോറിയൽ എന്ന് പറയും. 4 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എത്രയാ? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 അതായത് 12 ഇൻറ്റു 2 നമുക്ക് പറയാം 24 വേസിൽ നമുക്ക് അറിയാം സർക്കുലർ അറേഞ്ച്മെന്റ് ആണെങ്കിൽ. ശരി, അപ്പൊ ഇൻ ജനറലി നമ്മൾ ഇങ്ങനെ പറയും, അതായത് ലീനിയർ അറേഞ്ച്മെന്റ് ആണെങ്കിൽ ഒരു ലൈനിൽ n ആൾക്കാരെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് പറയാം. നമുക്ക് പറയാം അത് n ഫാക്ടോറിയൽ ബേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയും. ഇനി ഈ പറയുന്ന n ആൾക്കാരെ ഒരു സർക്കുലർ രീതിയിൽ എത്ര വേസിൽ നമ്മൾ അറേഞ്ച് ചെയ്യാന്ന് ചോദിച്ചാൽ ഒരു സർക്കുലർ വേസിൽ നമ്മൾ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യുന്ന ചോദിച്ചാൽ അത് n-1 ഫാക്ടോറിയൽ ആയിരിക്കും. n-1 ഫാക്ടോറിയൽ.
പഠിച്ചോളേ. അപ്പോൾ ഇതിൽ ഒരു സർക്കുലർ രീതിയിലാണെങ്കിൽ n ആൾക്കാരുണ്ട്, അവരെ ഒരു സർക്കുലർ രീതിയിൽ എത്ര രീതിയിൽ അല്ലെങ്കിൽ എത്ര ബേസിൽ നമ്മൾ അറേഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചാൽ എന്ന് പറയും, അത് n-1 ഫാക്ടോറിയൽ ബേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. n-1 ഫാക്ടോറിയൽ ബേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇനി n ആൾക്കാരുണ്ട്, അവരൊരു ലീനിയർ രീതിയിൽ ലീനിയർ ആയിട്ട് നമുക്ക് എത്ര ബേസിൽ അറേഞ്ച് ചെയ്യാന്ന് ചോദിച്ചാൽ അത് എന്ത് തന്നെയാണ്, n ഫാക്ടോറിയൽ ബേസിൽ നമുക്ക് അവരെ ലീനിയർ ആയിട്ട് ഒരു ലൈനായിട്ട് അറേഞ്ച് ചെയ്യാം. ഇത് ഞാൻ വെറുതെ ബേസിക് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ക്വസ്റ്റ്യൻ അതൊന്നുമല്ല, കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ. കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻ ഇല്ലാത്ത കേസാ പറഞ്ഞു, കണ്ടീഷൻ ഇല്ലാത്ത കേസാ ഞാൻ ഇവിടെ പറഞ്ഞു. കണ്ടീഷൻ ഒന്നും ഇല്ലാത്ത കേസാണ്. ഒരു 5 പേര് തന്നിട്ടുണ്ട്, അവരെ ലീനിയർ ആയിട്ട് നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയാം, 5 ഫാക്ടോറിയൽ. ഇനി ഒരു 10 പേരുണ്ട്, അവരെ എത്ര രീതിയിൽ നമുക്ക് ലീനിയർ ആയിട്ട് അറേഞ്ച് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ പറയും 10 ഫാക്ടോറിയൽ. ക്ലിയർ? ഇനി 10 പേരുണ്ട്, അവർ എത്ര രീതിയിൽ നമുക്ക് സർക്കുലർ രീതിയിൽ അറേഞ്ച് ചെയ്യാം ചോദിച്ചാൽ എന്താണ്, 10-1, ദാറ്റ് ഈസ് 9 ഫാക്ടോറിയൽ. ഓക്കെ, നമ്മുടെ കണ്ടീഷൻസിലോട്ടൊക്കെ പോകും. നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻ ഹൗ മെനി വേസ് ക്യാൻ 5 ചിൽഡ്രൻ ബി അറേഞ്ച്ഡ് ഇൻ എ ലൈൻ സച്ച് ദാറ്റ് 2 particular children of them are always together. രണ്ടുപേരും ഒരുമിച്ച് വരും. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് 2 particular children of them are never together. ഓക്കെ, 2 ചിൽഡ്രൻ ഒരുമിച്ച് വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങനെ പറയാം, 24 into എത്ര വയസ്സിൽ അറേഞ്ച് ചെയ്യാം, 40. അതായത് ഈ പറയുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയാം നമുക്ക് എത്രയും പറയാം, 48 എന്ന് പറയാം. 48 ഓക്കെയാണ്. ഇത്രേ ഉള്ളൂ. 2 particular children of them are always together എന്ന് പറയുന്നത്. ആ കണ്ടീഷൻ എന്ത് പറയാം, 24 into നമ്മൾ സിമ്പിൾ ആയിട്ട് പറയും 48 എന്ന് പറയും. 48. ഓക്കെ, ഇനി അടുത്ത 2 particular children of them are never together. ടോട്ടൽ നമുക്കറിയാം 5 ഫാക്ടോറിയൽ. സോറി, ഇവിടെ 5 അല്ലേ, 5 ഫാക്ടോറിയൽ 120 ആണ് അല്ലേ, 120. അതിൽ നിന്ന് ഈ പറയുന്ന ആദ്യത്തെ കണ്ടീഷൻ ആയ 48 സബ്ട്രാക്ട് ചെയ്താൽ പോലെ, ദാറ്റ് ഈസ് 120 മൈനസ് 48 ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടും 72 എന്ന് പറയുന്നത്. 72 ആണ് 72 എന്ന് പറയുന്നത്. 72. ഓക്കെ, കണ്ടീഷൻസ് ഓക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് 2 particular children of them are always together എന്ന് പറയുന്നത്. രണ്ടുപേരും എപ്പോഴും എന്തായിരിക്കും, ഒരുമിച്ചായിരിക്കും. രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരിക്കും. അല്ലെ 2 എന്ന് പറയുമ്പോൾ നമുക്കാണ് തത്വത്തിൽ എന്താണ് ആ ഒരു 4 ഫാക്ടോറിയൽ കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യാം, ഡബിൾ ചെയ്താൽ അല്ലേ. ദാറ്റ് ഈസ് 24 into 2 ചെയ്യുമ്പോൾ നമുക്ക് 48 എന്ന് പറയും. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താ പറയുക, 2 particular children of them are never together എന്നാണ് പറയുന്നത്. അവർ രണ്ടുപേരും ഒരുമിച്ച് വരയില്ല. അങ്ങനെ പറയുമ്പോൾ ടോട്ടൽ ആയ അല്ലെ, നമുക്കറിയാം ടോട്ടൽ 5 ഫാക്ടോറിയൽ ആണ്. ഞാൻ പറഞ്ഞു ലീനിയർ അറേഞ്ച്മെന്റ് ടോട്ടൽ എത്രയാണ്, 5 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് 120 നിന്ന് 48 സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് കിട്ടി ആൻസർ 72 എന്ന് പറയും. 72 എന്ന് പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. Question, if all permutations of the letters of the word again are arranged in order as in a dictionary, what is 49th word? What is 49th word? What is the 49th word? Okay, all permutations of the letters of the word again, all permutations of a letter, if all permutations of the letter of the word again are arranged in the order as in a dictionary, what is the 49th വേർഡ് എന്തായിരിക്കും, വാക്കെന്തായിരിക്കും? ശരി, ഇതിനകത്ത് എത്ര വേർഡ്സ് പറ്റുമെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് പറയാം, AGAIN അല്ലെ, AGAIN നമുക്ക് പറയാം 4 അല്ലേ. എത്ര ലെറ്റേഴ്സ് ഉണ്ട്, 4 ലെറ്റേഴ്സ് അല്ലേ. That is 4 factorial divided by 2 factorial into 1 factorial into 1 factorial into 1 factorial into 1 factorial. Okay, so that is നമുക്ക് പറയാം 12 വേർഡ്സ് നമുക്ക് ഇതിനകത്ത് വരും. 12 വേർഡ്സ് ആണ്. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 37th വേർഡ് സ്റ്റാർട്ട്സ് വിത്ത് എന്താണ്, ഈ പറയുന്ന 49th വേർഡ് എന്ന് പറയുമ്പോൾ 49th വേർഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കിട്ടും, NAAGI എന്ന് പറയുന്നത്. NAAGI എന്ന് പറയുന്നത് 49 എന്ന് പറയാം. NAAGI. ഓക്കെ, ക്വസ്റ്റ്യൻ
in how many ways 3 mathematics books, 4 history books, 3 chemistry books, and 2 biology books can be arranged on a shelf so that all books of the same subject are together. Same subject ഉള്ളതെല്ലാം കൂടി ഒരുമിച്ച് വരത്തക്കീഴിൽ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും? ശരി, നമ്മുടെ പറഞ്ഞു വരാം. ഇങ്ങനെയാണ് പറയുന്നത്. In how many ways 3 mathematics books, how many ways 3 mathematics books, 4 history books, 3 chemistry books, and 2 biology books can be arranged on a shelf so that all books of the same subject are together. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഒരേ സബ്ജക്റ്റിലുള്ള എല്ലാം കൂടി ഒരുമിച്ച് വരത്തക്കീഴിൽ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചു. എങ്ങനെ പറയാം? ശരി, സിമ്പിൾ ആയിട്ട് പറയാം. എത്ര ഈ പറയുന്ന 3 മാത്സ് ബുക്ക്, 4 ഹിസ്റ്ററി, 3 കെമിസ്ട്രി, 2 ബയോളജിയാണ് ഉള്ളത്. ശരി, അപ്പൊ നമുക്ക് പറഞ്ഞു വരുമ്പോ നമ്പർ ഓഫ് വേസ് പറഞ്ഞു വരുമ്പോ നമുക്ക് ഇങ്ങനെ പറയാം. 4 ഫാക്ടോറിയൽ into 3 factorial into 4 factorial into 3 factorial into എന്ത് ചെയ്താൽ മതി? 2 factorial. നമ്മൾ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ആൻസർ 41472 എന്ന് പറയും. 41472 4 factorial into 3 factorial into 4 factorial into 3 factorial into എന്ത് ചെയ്താൽ മതി? 2 factorial ചെയ്യുമ്പോൾ 41,472 41,472 എന്ന് പറയും. Question. A student has to answer 10 questions. A student has to answer 10 questions, choosing at least 4 from each of the parts A and B. If there are 6 questions in part A and 7 in part B, in how many ways can the student choose 10 questions? Student questions are selected. A student has to answer 10 questions. A student has to answer 10 questions, choosing at least 4 from each of the part A and B. Part A and B, at least 4 choosing. A student has to answer 10 questions. A student has to answer 10 questions, choosing at least 4 from each of the part A and B. At least another 4 selected. If there are 6 questions in part A, and 7 in part B, if there are 6 questions in part A and 7 in part B, in how many ways can the student choose 10 questions? How many ways student can choose 10 questions? ശരി, ഇവിടെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം. ഇവിടെ എന്തൊക്കെ പറയാം? 6C4 അല്ലെ? പറയും 6C4 into എന്ന് പറയും 7C6 plus 6C5 into 7C5 plus 6C6 into 7C ചെയ്തു വരുമ്പോൾ ആദ്യത്തെ ടേമിന്റെ ആൻസർ നമുക്ക് കിട്ടും 105 എന്ന് പറയുന്നത്. 105 പ്ലസ് സെക്കൻഡ് ടേമിന്റെ നമുക്ക് കിട്ടും 126 എന്ന് പറയുന്നത് പ്ലസ് 35. എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്തെടുത്ത എത്ര കിട്ടും? ഇവിടുന്ന് 266 എന്ന് പറയും. 266 ഒന്നുകൂടെ 6C4 6C4 into 7C6 plus 6C5 into 7C5 plus 6C6 into 7C4. ഫസ്റ്റ് ടൈം നമുക്ക് 105 126 ആണ്. തേർഡ് ആണെങ്കിൽ നമുക്ക് എന്താ പറയാം? 35 ആണ് പറയുന്നത്. ആഡ് ചെയ്ത് 266. How many ways can the student choose 10 questions? എത്ര വേസിൽ നമുക്ക് ചൂസ് ചെയ്യാം? ഈ പറയുന്ന സ്റ്റുഡന്റ് 266 വേസിൽ ചൂസ് ചെയ്യാനായിട്ട് കഴിയും. 266 ways. A student has to answer 10 questions, choosing at least 4 from each of the part A and B. At least 4 at least from each part A and B. At least 4 from each part A and B.
if there are 6 questions in part A and 7 in part B, there are 6 questions in part A and 7 in part B. In how many ways can student choose 10 questions? How many ways can student choose 10 questions? ശരി, അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ പറയാം. ആദ്യത്തെ പറയുമ്പോൾ എങ്ങനെയാണ് 6C4 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 into 7C6 plus 6C5 into 7C5 plus 6C6 into 7C4. ചെയ്തു വരുമ്പോൾ 105 plus 126 plus 35 എന്ന് പറയുന്നത് എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്തെടുക്കുമ്പോൾ 266 എന്ന് പറയും. 266. അപ്പൊ നമ്മൾ ബുക്ക് അടുക്കി വെക്കുന്ന കാര്യമൊക്കെ പഠിച്ചോണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. സപ്പോസ് m men and n women are to be seated in a row so that no two women sit together. ഇനി വേറൊരു കണ്ടീഷൻ പറയുന്നത്, if m greater than n, show that the number of ways in which they can be seated is എന്താണ്? m factorial into m plus 1 factorial by m minus n plus 1 factorial. Right? Suppose m men and n women are to be seated in a row. m men ഉണ്ട്, ഇനി n women ഉണ്ട്. ഇവരെ എന്ത് ചെയ്യണം? seated ഒരു റോയിൽ സീറ്റ്. So that two women sit together. If m is greater than n, m എന്ന് പറഞ്ഞാൽ greater than n ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഷോ ദാറ്റ് ദ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് ദേ ക്യാൻ ബി സീറ്റഡ്. ഈ പറയുന്ന അവരെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന എത്ര വേസിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ m ഫാക്ടോറിയൽ ഇൻറ്റു m പ്ലസ് 1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ m മൈനസ് n പ്ലസ് 1 ഫാക്ടോറിയൽ. ഓക്കെ ശരി. അപ്പൊ നമ്മൾ ഇവിടെ അത്യാവശ്യം നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മുടെ ഇങ്ങനെ പറയാം, ദാറ്റ് ഈസ് m p അല്ലെ, m p m into m plus 1 p n ചെയ്ത് വരുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും m ഫാക്ടോറിയൽ ഇൻറ്റു m പ്ലസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ m മൈനസ് n പ്ലസ് 1 ഫാക്ടോറിയൽ എന്ന് പറയും. ഓക്കെ ശ്രദ്ധിച്ചോളേ. അപ്പൊ ഒന്നുകൂടെ നമുക്ക് ഇവിടെ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും, m p m into m plus 1 p n അല്ലേ? ഇതിന്റെ വാല്യൂ നമുക്ക് ചെയ്തു വരുമ്പോൾ ഇങ്ങനെ പറയാം നമുക്ക്, that is m factorial into m plus 1 factorial all divided by m minus n plus 1 factorial minus n plus 1 factorial. Okay. Question. ഇങ്ങനെയാണ്, three married couples are to be seated in a row having 6 seats in a cinema hall. If spouses are to be seated next to each other, in how many ways can they be seated? Find also the number of ways of their seating if all the ladies sit together. ഒന്നുകൂടെ, 3 married couples are to be seated in a row. സിനിമ തിയേറ്ററിലേക്ക് പോകുന്ന കാര്യം പറയുന്നത്. 3 married couples are to be seated in a row having 6 seats. ആ റോയിൽ എത്ര സീറ്റ് ഉണ്ട്? 6 സീറ്റ് ഉണ്ട് അല്ലേ? 6 seats in a cinema hall. If spouses are to be seated next to each other, spouse ആണെങ്കിൽ അടുത്തിരിക്കുകയാണ് next to each other, in how many ways can they be seated?
എത്ര ബേസിൽ അവരെ നമുക്ക് സീറ്റ് ചെയ്യാൻ പറ്റും. ശരി, നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ ഇങ്ങനെ പറയാം, ഇത്രയേ ഉള്ളൂ. 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽസ്. ദാറ്റ് ഈസ് നമുക്ക് ചെയ്ത് വരുമ്പോൾ 48 എന്ന് പറയുന്നത് ഇങ്ങനെയാണ് 3 ഫാക്ടോറിയൽ ഇൻറ്റു അല്ലേ. അപ്പോൾ ഇൻ ഹൗ മെനി വേസ് ക്യാൻ ബി എന്താണ് ഇത്രയേ ഉള്ളൂ. 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ചെയ്ത് വരുമ്പോൾ 48 വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയും. 48 വേസിൽ. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് എന്താണ്? ലേഡീസ് എല്ലാം കൂടി ഒരുമിച്ചിരിക്കുകയാണ് അല്ലേ. ഫൈൻഡ് ഓൾസോ ദ നമ്പർ ഓഫ് വേസ് ഓഫ് ദെയർ സീറ്റിംഗ് ഇഫ് ഓൾ ദ ലേഡീസ് സിറ്റ് ടുഗദർ അല്ലേ. ലേഡീസ് എല്ലാം കൂടി ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ അവർ എത്ര കേസിൽ അറേഞ്ച് ചെയ്യാന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും? സിമ്പിൾ ആയിട്ട് പറ, 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 2 ഫാക്ടോറിയൽ ചെയ്താൽ അല്ലേ. 3 ഫാക്ടോറിയൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 144 വേസ്. ഇവിടെ ഫസ്റ്റ് കണ്ടത് ഹൗ മെനി വേസ് അല്ലേ. ആദ്യം പറയാൻ spouses are to be seated next to each other അല്ലേ. spouses are to be seated next to each other അല്ലേ. അടുത്തടുത്തിരിക്കുകയാണെങ്കിൽ അവിടെ പറയുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ചെയ്ത് നമുക്ക് 48 വേസ് എന്ന് പറയാം. 48 വേസ് എന്ന് പറയാം. ഇനി അടുത്ത് പറയുന്നത് എന്താണ്? ഫൈൻഡ് ഓൾസോ ദ നമ്പർ ഓഫ് വേസ് ഓഫ് ദെയർ സീറ്റിംഗ് ഇഫ് ഓൾ ലേഡീസ് സിറ്റ് ടുഗദർ അല്ലേ. എല്ലാ ലേഡീസും കൂടെ ഒരുമിച്ചിരിക്കുകയാണ്. ഇഫ് ഓൾ ലേഡീസ് സിറ്റ് ടുഗദർ ആണെങ്കിൽ കണ്ടീഷൻ നമ്മൾ എങ്ങനെ പറയും? 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു എന്തായിരിക്കും? 2 ഫാക്ടോറിയൽ ആയിരിക്കും. 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു എന്താണ്? 2 ഫാക്ടോറിയൽ ആയിരിക്കും. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ പറയാം? 144 വേസ് എന്ന് പറയാം. 144 വേസ്. അപ്പോൾ ഒന്നുകൂടെ 3 married couples are to be seated in a row having 6 seats in a cinema hall. If spouses are to be seated next to each other അല്ലേ. സ്പൗസസ് എല്ലാം കൂടെ അടുത്തടുത്തിരിക്കുകയാണ്. ഹൗ മെനി വേസ് ക്യാൻ ദേ ബി സീറ്റഡ്? അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയും എന്താണ്? 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് പറയാം എത്രയായിരിക്കും ആൻസർ? 48 എന്ന് പറയുന്നത്. 48. ഇനി അടുത്തതാ പറയുകയാണ് ഫൈൻഡ് ഓൾസോ ദ നമ്പർ ഓഫ് വേസ് ഓഫ് ദെയർ സീറ്റിംഗ് ഇഫ് ഓൾ ലേഡീസ് സിറ്റ് ടുഗദർ. ഈ പറയുന്ന സ്ത്രീകളെല്ലാം കൂടി ഒരുമിച്ചിരിക്കാനുള്ള എത്രയെന്നാണ്? അപ്പോൾ അങ്ങനെ പറയും 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞു വരുമ്പോൾ എത്രയെന്ന് കിട്ടും? 144. In a small village, there are 87 families, of which 52 families have at most 2 children. In a rural development program, 20 families are to be chosen for assistance, of which at least 18 families must have at most 2 children. In how many ways can the choice be made? In a small village, there are 87 families, of which 52 families have at most 2 children. 52 families have at most 2 children. In a rural development program, 20 families are to be chosen. Of which at least 18 families, 18 families must have at most 2 children. In how many ways can the choice be made? എത്ര വേസിൽ നമുക്ക് ചോയ്സ്? ശരി, സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം 52 അല്ലെ. എത്ര വേസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം 52C18 into 35C2 plus 52C19 into 5C1. So 35C1 plus 52C എന്ന് പറയാം. 52C2. അപ്പൊ ഇത്രയും എത്ര വയസ്സ് ഒത്തിരി വലിയ ആൻസർ പറയും. എങ്ങനെ പറയും? 52C18 into 35C2 അല്ലെ. 35C2 plus 52C19 into 35C1 plus എന്താണ് 52C20 എന്ന് പറയും. 52C20 ഇത്രയും വയസ്സ് നമുക്ക്. Okay. Question. A boy has
3 library tickets. A boy has 3 library tickets and 8 books of his interest in the library. A boy has 3 library card ആണല്ലോ അല്ലേ, 3 library tickets and 8 books of his interest in the library. അവന് ഇഷ്ടമുള്ള 8 പുസ്തകങ്ങളുണ്ട്. ഒന്നുകൂടെ കയ്യിലുള്ളത് 3 കാർഡാണ്, എടുക്കാൻ പറ്റും. ശരി, of these 8 he does not want to borrow mathematics part 2 unless mathematics part 1 is also borrowed. In how many ways can he choose 3 books to be borrowed? പറയുന്ന 3 ബുക്ക് അല്ലെ, 3 ബുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലെ, 3 കാർഡാണല്ലോ അല്ലെ. അപ്പൊ എത്ര വേസിൽ നമുക്ക് ഈ പറയുന്ന പയ്യന് ചൂസ് ചെയ്യാൻ പറ്റും ചോദിച്ചില്ല. ഒന്നുകൂടെ, a boy has 3 library tickets and 8 books of his interest in the library Of these 8 he does not want to borrow mathematics part 2 unless mathematics part 1 is also borrowed. In how many ways can he choose the 3 books to be borrowed? In how many ways can he choose the 3 books to be borrowed? ശരി, എങ്ങനെ പറയാം? അപ്പൊ ഇതിനകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, ആദ്യം ഒരു കണ്ടീഷൻ ഉണ്ട്. നമുക്ക് പറയാം 6C1 പ്ലസ് എന്താ പറയാം, ഈ പറയുന്ന 7C3 ഒക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് 35 പ്ലസ് 6 ടോട്ടൽ എന്താ പറയാം 41. Find the number of permutations of n different things. Find the number of permutations of n different things taken r at a time such that 2 specific things occur together. എന്നാണ് പറയുന്നത്. എങ്ങനെ പറയാം? ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഫൈൻഡ് ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഡിഫറെന്റ് തിങ്സ് ടേക്കൺ ആർ. n ഉണ്ട്, n പെർമ്യൂട്ടേഷൻസ് ഉണ്ടായില്ലേ അല്ലെ, n പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഡിഫറെന്റ് തിങ്സ് ടേക്കൺ ആർ അറ്റ് എ ടൈം അല്ലെ. 6 എണ്ണം നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ സെലക്ട് ചെയ്യണം. ശരി, നമുക്ക് ഇങ്ങനെ പറയാം 2 into r minus 1 into n minus 2 pr minus 2 pr minus 2. Okay. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റിപ്ലൈ നോക്കാം. എങ്ങനെ പറയാം? എക്സാമ്പിൾ 13 നോക്കാം. ദാറ്റ് ഈസ് എന്താണ്? There are 4 bus routes between A and B and 3 bus routes between B and C. A man can travel round trip with number of ways by bus from A to C via B. If he does not want to use a bus route more than once, in how many ways can he make a round trip? എത്ര രീതിയിൽ റൗണ്ട് ട്രിപ്പ് മേക്ക് ചെയ്യാം? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 72 എന്നായിരിക്കും പറയുന്നത്. 72 എന്ന് പറയാം. 72. Objective question. In how many ways a committee consisting of 3 men and 2 women can be chosen from? In how many ways a committee consisting 3 men and 3 പേരും 3 മെന്നും 2 വിമനും ഉള്ള ഒരു കമ്മിറ്റി നമുക്ക് ഫോം ചെയ്യണം അല്ലെ. ഹൗ മെനി വേസ് എ കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് 3 men and 2 women അല്ലെ ക്യാൻ ബി ചൂസൺ ഫ്രം. എത്ര പേരുണ്ട്? 7 പുരുഷന്മാരിൽ നിന്നും 5 സ്ത്രീകളിൽ നിന്നും എന്താണ് 3 പുരുഷന്മാരും 2 സ്ത്രീകളും ഉള്ള ഒരു കമ്മിറ്റി നമുക്ക് എത്ര വേസിൽ ചൂസ് ചെയ്യണം ചെയ്തു വരുമ്പോൾ 7C3 into അല്ലെ 733 into 5C2 അല്ലെ ചെയ്തു വരുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടുന്നത് 350 വേസിലായിരിക്കും. 350 വേസിലായിരിക്കും. 350 ways. ഓക്കെ, 350 നമുക്ക് അറിയിക്കാം കേട്ടോ. സെലക്ട് ചെയ്യാം. All the letters of the word EAMCOT are arranged in different possible ways. The number of such arrangement in which no
two vowels are adjacent to each other. അല്ലെ vowels ഒന്നും അടുത്തടുത്ത് വരാത്ത രീതിയിൽ അറേഞ്ച് ചെയ്യാൻ ഇത് വരുമ്പോൾ 3 factorial into 4p3 എന്ന് വരും. നമ്മുടെ ആൻസർ 144 എന്ന് പറയുന്നത് 140. Question. 10 different letters of alphabet are given. Words with 5 letters are formed from these given letters. Then the number of words which have at least one letter repeated. At least one letter repeated. At least one letter. At least one letter repeated. So you can lay it away. നമുക്ക് ഇങ്ങനെ പറയാം 10 raised to 5 അല്ലെ 10 raised to 5 മൈനസ് എന്ന് പറയും 10p5 ചെയ്താൽ മതി 10p5 ചെയ്ത് നമുക്ക് ആൻസർ ചെയ്ത് വരുമ്പോൾ ഒത്തിരി വലിയ ആൻസർ ആണ്. ഇത് ഓപ്ഷൻ എ ആണ് നമ്മൾ ആൻസർ ആയിട്ട് കിട്ടുന്നത് 69,760 പറയും 69,760. Question. The number of signals that can be sent by 6 flags of different colors, taking one or more at a time. Number of signals അല്ലെ പല പല കളർ വെച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സിഗ്നൽസിന്റെ കാര്യമോ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. The number of signals that can be sent by 6 flags of different colors. 6 flags of different colors taking one or more at a time. Taking one or more. അതും അത്യാവശ്യം വലിയ ആൻസർ ആയിട്ട് കിട്ടും. പറഞ്ഞ 1956 എന്ന് പറയും 1956. ഓക്കെ ഓർമ്മിച്ചോ. In an examination, there are 3 multiple choice questions and each question has 4 choices. Number of ways in which a student can fail to get all answers correct. Right? In an examination, there are 3 multiple choice questions and each question has 4 choices. 4 choices. Right? Oh, number of ways in which a student can fail. Number of ways in which a student can fail to get all answers correct. Correct. All answers correct. ടോട്ടൽ 64 ആണ്. അതിൽ നമ്മൾ ഒന്ന് കുറച്ച് പറഞ്ഞു 64 മൈനസ് 1 ദാറ്റ് ഈസ് 63 എന്നാണ് കിട്ടുന്നത്. ആൻസർ എന്തായിരിക്കും 63 എന്ന് പറയും 63. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ കുറേ അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക, വർക്കൗട്ട് ചെയ്യാതിരിക്കുക, എല്ലാം നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സെഷനിൽ വേറൊരു ചാപ്റ്റർ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. ശരി, അതൊരു ചെറിയ ഷോർട്ട്.
ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത സെക്ഷൻ പറയാം ബൈനോമിയൽ തിയറമാണ്. ബൈനോമിയൽ തിയറം ഇവിടെ പ്ലസ് നമ്മളുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടെയാണ് ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറം നോക്കുക. If A and B are real numbers and n is a positive digit, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് A and B are real numbers and n is a positive digit. ശരി, അപ്പോൾ ഇതിനൊക്കെ നമ്മളിവിടെ ഉപയോഗിക്കണം പറയുന്നത് കൂടുതലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇനി എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് നമ്മൾ പറയാം എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ് എന്നൊക്കെ പറയും അല്ലേ. ലൈക്ക് വൈസ് ഇവിടെ നമ്മൾ ഈ പറയുന്ന എന്റെ സ്ഥാനത്ത് എ പ്ലസ് ബി ഹോൾ റൈസ് ടു 10, എ പ്ലസ് ബി ഹോൾ റൈസ് ടു 9 അങ്ങനെയൊക്കെ വരുന്നത് നമുക്കറിയാം. ഫോർമുല എഴുതുന്നതിൽ നമ്മൾ പഠിച്ചിട്ടില്ല. അത് എങ്ങനെ വരും എന്നുള്ളത് പറയുന്നതാണ് ഈ പറയുന്ന ബൈനോമിയൽ തിയറം. ഓക്കെ, ഇവിടെ പറയുന്നത് ഇവിടെ നോക്ക് എ പ്ലസ് ബി ഹോൾ റൈസ് ടു എൻ, എ പ്ലസ് ബി ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ റൈസ് ടു എൻ നമ്മൾ എങ്ങനെ പറയും? എൻ സി 0 എ റൈസ് ടു എൻ പ്ലസ് എൻ സി 1 എ റൈസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ബി റൈസ് ടു 1 പ്ലസ് എൻ സി 2 a raised to n minus 2 into b raised to 2 plus etc. n c r a raised to n minus r into b raised to r plus etc. plus n c n b raised to n. പഠിച്ചു വയ്ക്കുക. ഈ ഒരു ഓർഡറിൽ നമ്മൾ എഴുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇതിലൊക്കെ എഴുതാൻ കേട്ടോ. എ പ്ലസ് ബി ഹോൾ ക്യൂബ് ഒക്കെ നമുക്ക് എഴുതാണെങ്കിൽ നമുക്ക് കിട്ടും. അത് തന്നെയാണ് അതിന്റെ അറേഞ്ച്. ഓക്കെ, അപ്പോൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ എ പ്ലസ് ബി ഹോൾ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഹോൾ റൈസ് ടു എൻ എന്ന് പറയുന്നത് nc0 a raised to n plus nc1 a raised to n minus 1 into b raised to 1 plus nc2 a raised to n minus 2 into b raised to plus etc. plus ncr a raised to n minus r into b raised to 1 plus etc. plus ncn b raised to n. In the general term of r plus 1th term is the expansion. R plus 1 whole raised to n in the expansion. General term എന്ന് പറഞ്ഞാൽ നമ്മൾ ടി ആർ പ്ലസ് 1 എന്നാണ് പറയുന്നത്. ടി ആർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എൻ സി ആർ എ റൈസ് ടു എൻ മൈനസ് ആർ ഇൻറ്റു ബി റൈസ് ടു ആർ. ഇങ്ങനെയാണ് എൻ സി ആർ എ റൈസ് ടു എൻ മൈനസ് ആർ ബി റൈസ് ടു ആർ. എൻ സി ആർ എ റൈസ് ടു എൻ മൈനസ് ആർ ബി റൈസ് ടു ആർ. അങ്ങനെയാണ് ടി ആർ പ്ലസ് 1 ജനറൽ ടേം. ജനറൽ ടേം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയും ജനറൽ ടേം ടി ആർ പ്ലസ് 1. ടി ആർ പ്ലസ് 1 എന്നാണ് എൻ CR a raised to n minus r b raised to r. CR a raised to n minus r into b raised to r. Okay, some important observations. The total number of terms in a binomial expansion is a plus b whole raised to the terms are n plus 1. For example, simple example, a plus b whole square, a plus b whole square, a square plus 2ab plus b square. The terms are 1, 2, 3. The terms are whole raised to 2. Like a square on number 2 on the bar and on the goodie bar. A plus b whole raised to n. The terms are n plus 1 terms are b whole raised to n. n plus 1 terms are 1 more than the exponent. Exponent ഒന്ന് കൂടുതലായിരിക്കും പറയുന്നത്. എക്സ്പെരിമെന്റിൽ ഓക്കെ. അപ്പോൾ in the expansion the first term is raised to the power of the binomial and in each subsequent terms the power of a reduces. അല്ലെ, ഒന്നും കൂടും മറ്റെന്തായി കുറഞ്ഞു വരും. ബിയുടെ ആണെങ്കിൽ കൂടി, ബിയുടെ ടേം ആണെങ്കിൽ കൂടി, എ ആണെങ്കിൽ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അതാണ് പറയുന്നത്. Reduces by 1 with the simultaneous increases in the power of b by 1 till the power of b becomes equal to the power of binomial. Binomial power at b യുടെ ടേം പവർ റൈസ് ടു 6 ആണെങ്കിൽ ബിയുടെ എന്താണ്? ബി റൈസ് ടു 6 ആണ് അല്ലേ. ചെയ്ത് തരും ബി മാത്രം, ബി റൈസ് ടു ലാസ്റ്റ് ടൈം ബി റൈസ് ടു 6. അതുവരെ എന്ത് ചെയ്യും? അത് റൈസ് ആയി. The power of a is n അല്ലെ. പവർ എയുടെ പവർ എപ്പോഴും എന്തായിരിക്കും? n തന്നെയാണ്. In the first term ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ a റൈസ് ടു, ലാസ്റ്റ് ടൈം പറഞ്ഞാൽ എന്തായാലും ബി റൈസ് ടു അതായിരിക്കും ആ ഒരു അറേഞ്ച്. ഓക്കെ, ഇതിൽ നിന്നൊക്കെ ഉള്ള ഒബ്സർവേഷൻ നമ്മൾ നേരത്തെ ഞാൻ പറയുന്നില്ല. ആ ഒരു എക്സ്പാൻഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു എക്സ്പാൻഷനിൽ നിന്നുകൊണ്ടുള്ള ഒബ്സർവേഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് ഒബ്സർവേഷൻസ്. എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ റൈസ് ടു എന്നിനകത്ത് എത്ര ടേംസ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? n plus 1 ടേംസ് ഉണ്ടാവും. n plus 1 ടേംസ്. ഓക്കെ,
അതായത് നമ്മുടെ എക്സ്പൊണന്റിനേക്കാൾ 1 കൂടുതലായിരിക്കും. ഇനി ഈ പറയുന്ന എക്സ്പൊണന്റിൽ തന്നെ എന്താണ് ഈ പറയും ബിയുടെ എന്ന് പറഞ്ഞാൽ എന്താണ് 4n വരെ, അല്ലെ എ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും എയുടെ പവർ എന്ന് പറഞ്ഞാൽ n തന്നെയായിരിക്കും. പറഞ്ഞിരിക്കുന്നത് എയുടെ പവർ ആദ്യം എന്തായിരിക്കും എ, പിന്നെ എന്തായിരിക്കും അടുത്ത ടൈമിൽ n-1 ആയിരിക്കും, അടുത്ത ടൈമിൽ n-2 ആയിരിക്കും, അങ്ങനെ 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 അവസാനത്തെ ടൈമിൽ എന്റെ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും 0 ആയിരിക്കും. അവസാനത്തെ ടൈമിൽ എന്റെ പവർ എന്ന് പറയുന്നത് 0. At the same time, power of b is 0 in the first term, 1 in the second term, 2 in the third term, and so on, ending n in the last term. ബിയുടെ പവറിനെ പറ്റിയാ പറയുന്നത്. ബിയുടെ പവർ ആദ്യം എന്തായിരുന്നു 0 ആയിരുന്നു, ലാസ്റ്റ് വന്നപ്പോൾ എന്താ b⁴n അല്ലേ, 0 1 2 3 കൂടി അവസാനം എന്തിൽ വന്നേക്കും എന്നിൽ വന്നേക്കും പറയാം. ശരി, എനി ടേം ഓഫ് ദ സം ഓഫ് ദ ഇന്റിജേഴ്സ് ഓഫ് എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും n ആയിരിക്കും. ഒരു ടേം എടുക്കുകയാണെങ്കിൽ അതിലുള്ള എയുടെയും ബിയുടെയും പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും n കിട്ടും. ഓരോ ടേം എടുക്കുമ്പോൾ അതിലുള്ള എയുടെയും ബിയുടെയും പവറുകൾ എക്സ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും n ആയിരിക്കും കിട്ടുന്നത്. ഓരോ ടേമിലും എയുടെയും ബിയുടെയും പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് n ആയിരിക്കും. ഇറ്റ് വിൽ ബി ഈക്വൽ ടു എന്നാണ്. ശരി, കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ഫോളോസ് എ സർട്ടൻ പാറ്റേൺ. ഒരു പർട്ടിക്കുലർ പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. പാസ്കൽസ് ട്രയാങ്കിൾ ഓർമ്മിച്ചോളെ. അപ്പോൾ ആ ഒരു ഇത് ഫോളോ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പാറ്റേൺ ആണ്. നമുക്ക് പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറയാം. പാസ്കൽസ് ട്രയാങ്കിൾ ഈ ഒരു പർട്ടിക്കുലർ ഓർഡറിലാണ് കേട്ടോ പാസ്കൽസ് ട്രയാങ്കിൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ. Each coefficient of any row is obtained by adding 2 coefficients in the preceding row, and one in the immediate left and the other in the immediate right, and each row is bounded by 1. The r+1th term or general term is എന്താണ് NCR a⁻n−r into b⁻r. എങ്ങനെയാണ് ജനറൽ ടേം? എങ്ങനെയാണ് dr+1 എന്ന് പറയുന്നത് NCR a⁻n−r into b⁻r. NCR a⁻n−r into b⁻r. കുറച്ച് പർട്ടിക്കുലർ കേസുകൾ ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കാം. Okay, the pth term from the end in the expansion of a+b⁻n is n-p+2th term from the beginning. ആദ്യത്തിൽ n-p+2th term ആയിരിക്കും അല്ലെ. ആദ്യത്തിൽ നോക്കുകയാണെങ്കിൽ n-p+2th term ആയിരിക്കും. So the pth term from the end in the expansion. ഈ പറയുന്ന എക്സ്പാൻഷനിലെ എന്തിലെ pth term n-p+2th term from the beginning. ആദ്യത്തിൽ നോക്കുകയാണെങ്കിൽ n-p+2th term. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിഡിൽ ടേം കാണുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് കേട്ടോ സിനിമയിൽ. ദ മിഡിൽ ടേം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് n. ഇഫ് n അല്ലെ എന്നിന്റെ വാല്യൂ അനുസരിച്ചായിരിക്കും നമുക്ക് ഈ മിഡിൽ ടേം ഒക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് കഴിയും. ഇഫ് n ഈസ് ഈവൻ, n എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ then total number of terms in the expansion of a+b⁻n എന്ന് പറയാം. n+1 ആണ് അല്ലെ, n+1 ടേംസിലാണ് ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ ഈവൻ ആവുന്ന കേസാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് എന്താണ് n+1 ആയിരിക്കും അല്ലെ. n+1 എന്ന് പറയുന്നത് എന്തായിരിക്കും ഓഡ് നമ്പർ ആയിട്ട് വരും. ഇപ്പൊ n+1 എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു ഓഡ് നമ്പർ ആയിരിക്കും.
ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും നമ്മുടെ എക്സ്പെൻഷൻ എ പ്ലസ് ബി ഹോൾ റൈസ് ടു എൻ എന്നുള്ള എക്സ്പെൻഷൻ എപ്പോഴും ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്ത് തന്നെയാണ് എൻ പ്ലസ് 1 ആയിരിക്കും, എൻ പ്ലസ് 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈവൻ ആണെങ്കിൽ, ഈവൻ നമ്പർ ആണ്, എന്നിന്റെ വാല്യൂ ഈവൻ ആണെങ്കിൽ എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഓഡ് ആയിരിക്കും അല്ലേ. ഹെൻസ് there is only one middle term. അങ്ങനെയാണെങ്കിൽ ഒരു മിഡിൽ ടേമേ കാണുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം n/2 പ്ലസ് 1th ടേം ആയിരിക്കും എന്താ ഇവിടുത്തെ മിഡിൽ ടേം. എന്താ n/2 പ്ലസ് 1th ടേം ആയിരിക്കും എന്താ ഇവിടുത്തെ മിഡിൽ ടേം എന്ന് പറയും. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ ഇതിനകത്ത് എന്നിന്റെ വാല്യൂ ഈവൻ ആണെങ്കിൽ, ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് പറഞ്ഞാൽ n പ്ലസ് 1 ആയിരിക്കും. ഈവൻ നമ്പറിനോട് ഒന്ന് കൂട്ടം കിട്ടുന്ന എന്തായിരിക്കും ഓഡ് നമ്പർ. ദാറ്റ് ഈസ് n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഓഡ് നമ്പർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഹെൻസ് there is only one. ഓഡ് നമ്പർ ആണെങ്കിൽ മിഡിൽ ടേം എന്തേ കാണുള്ളൂ അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം ഓഡ് എണ്ണം അല്ലെ. എണ്ണം പറയുമ്പോൾ ഓഡ് നമ്പർ ആണെങ്കിൽ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒന്നേ കാണും. ഏതായിരിക്കും n/2 പ്ലസ് 1th ടേം ആയിരിക്കും നമ്മൾ എന്ത് മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ n/2 പ്ലസ് 1th ടേം ആയിരിക്കും നമ്മുടെ മിഡിൽ ടേം ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, സെക്കൻഡ് വൺ നോക്കാം. ഇഫ് n is odd അല്ലേ, n-ന്റെ വാല്യൂ ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്കറിയാം അതിനകത്ത് എത്ര ടേംസ് കാണും, n പ്ലസ് 1 ടേംസ് കാണും. ശരി, അപ്പോൾ n പ്ലസ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു ഈവൻ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ n എന്ന് പറഞ്ഞാൽ ഓഡ് ആണെങ്കിൽ നമുക്കറിയാം അതിനകത്ത് എത്ര ടേംസ് വരും എന്ന് ചോദിച്ചാൽ എന്താണ് n പ്ലസ് 1 ടേംസ് ആണ്. ദാറ്റ് ഈസ് ഓഡിന്റെ കൂടെ ഒന്ന് കൂട്ടം എന്താണ് ഈവൻ നമ്പർ കിട്ടും. n പ്ലസ് 1 എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പർ ആയിരിക്കും. So there are two middle terms. അപ്പോൾ നമുക്ക് എന്താണ് രണ്ട് മിഡിൽ ടേം കാണും. എന്തൊക്കെയാ n പ്ലസ് 1/2 എന്താണ് n പ്ലസ് 3/2 അങ്ങനെ രണ്ട് മിഡിൽ ടേംസ് കാണാം. അങ്ങനെ രണ്ട് മിഡിൽ ടേം. ഓക്കെ, ബൈനോമിയൽ കോഎഫിഷ്യന്റ് എന്നാണ് പറയുന്നത്. ഈ പറയുന്ന ബൈനോമിയൽ കോഎഫിഷ്യന്റുകൾ അല്ലെ, കോഎഫിഷ്യന്റ് അല്ലെ NC0 അല്ലെ അതിന്റെ കൂടെ വരുന്ന ഓരോ ടേമിലുള്ള കോഎഫിഷ്യന്റ് ബൈനോമിയൽ കോഎഫിഷ്യന്റ് NC0, NC1, NC2 എന്താണ് NCN അതിനൊക്കെ പറയുന്നതാണ് നമ്മൾ ബൈനോമിയൽ ഓർ കോമ്പിനേറ്ററി കോഎഫിഷ്യന്റ് പറയുന്നത്. ഈ പറയുന്ന എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ കിട്ടുന്നത് എപ്പോഴും എന്തായിരിക്കും 2n ആയിരിക്കും കേട്ടോ. അപ്പൊ ഈ പറയുന്ന ബൈനോമിയൽ കോഎഫിഷ്യൻസിന്റെ സം എന്ന് പറഞ്ഞാൽ ഓൾവേസ് 2 ഇതായിരിക്കും, എപ്പോഴും 2n ആയിരിക്കും. അപ്പോൾ ബൈനോമിയൽ കോഎഫിഷ്യൻസിന്റെ സം എന്ന് പറഞ്ഞാൽ 2n ആയിരിക്കും ബൈനോമിയൽ കോഎഫിഷ്യൻസിന്റെ സം. Sum of all odd binomial coefficients is equal to the sum of all even binomials. അപ്പോൾ ഇത്രയുള്ള ഈവൻ ബൈനോമിയൽസിന്റെ സമ്മും ഓഡ് ബൈനോമിയൽസിനും ഉണ്ട്. ശരി, പ്രോബ്ലം സോൾവ് ആണ്. Find the rth term. Find the rth term in the expansion of x plus x plus 1 by x whole raised to 2r. X plus 1 by x whole raised to 2r. The rth term കാണാൻ ചോദിച്ചു. ശരി, എങ്ങനെ പറഞ്ഞു വരാം? ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ TR അല്ലേ, TR എന്ന് പറഞ്ഞാൽ rth term എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം 2RC r minus 1 into x raised to 2r minus r plus 1 by x whole raised to ഇത് ചെയ്താൽ മതി r minus 1 ചെയ്താൽ നമുക്ക്. ഓക്കെ, ഓർമ്മിച്ചോമേ. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്പാൻഡ് ദ ഫോളോയിങ് എന്ന് പറയുന്നത് ഈ പറയുന്ന ബൈനോമിയൽ തിയറി അനുസരിച്ച് എക്സ്പാൻഡ് ചെയ്ത് വരാനാണ് പറയുന്നത്. ഇതിനെയാണ് ഏതിന് എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്?
1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റൈസ് ടു 4. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സിനെ വൈ എന്ന് പറയുന്നത്, 1 മൈനസ് എക്സിനെ നമ്മൾ വൈ എന്ന് പറയുന്നത്, മൈനസ് എക്സിനെ വൈ എന്ന് പറയുന്നത്. ശരി, നമ്മൾ അങ്ങനെ കേട്ട് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. 1 മൈനസ് 4x 1 മൈനസ് 4x പ്ലസ് 10x സ്ക്വയർ മൈനസ് 16x ക്യൂബ് പ്ലസ് 19x റൈസ് ടു 4 മൈനസ് 16x റൈസ് ടു 5 പ്ലസ് 10x റൈസ് ടു 6 മൈനസ് 4x റൈസ് ടു 7 പ്ലസ് x റൈസ് ടു 8 എന്ന് പറയും. പ്ലസ് x റൈസ് ടു 8. ഇതിനകത്ത് സിമ്പിൾ ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിനകത്തുള്ള ക്ലൂ എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? 1 മൈനസ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയും. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണേ. Find the fourth term in the expansion of x cube by 2 minus 2 by x square all raised to 9. The expansion of the fourth term എന്താണ് ചോദിച്ചത്? ശരി, നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 672 divided by x cube. 672 divided by x cube എന്ന് ചെയ്യാം. അപ്പോൾ ഫോർത്ത് ടേം ആണെങ്കിൽ എന്താണ്? 672 divided by x. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ബൈനോമിയൽ തിയറമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിന്റെ കൺസെപ്റ്റുകളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബൈനോമിയൽ തിയറമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത് മിഡിൽ ടേം കാണുന്ന കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. എല്ലാവരും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. ഈ 1-2 ആഴ്ചകളൊക്കെ ഉള്ളൂ എക്സാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.